അച്ഛന്റെ അമ്മയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരും പുരുഷനാണ് സ്ത്രീയാണെന്ന് നിങ്ങൾ തുണി ഒരു എനിക്ക് കാണിച്ചു തരുമോ? കുറെ തെറി പറഞ്ഞ് കുറെ വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഓ വാവ് ഫണ്ടാസ്റ്റിക് എന്നൊക്കെ വിചാരിച്ച് കുറെ കമന്റ് ചെയ്യുന്ന കുറെ കമന്റ് ജോലികളും കുറെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ സപ്പോർട്ടോളികളും എനിക്ക് ഗർഭാത്രം ഉണ്ട് എനിക്ക് ഗർഭാത്രം ഉണ്ട്. സത്യം വിശ്വാസമില്ല. ഞാൻ പ്രസവിച്ച് കഴിഞ്ഞാൽ സൗന്ദര്യം പോയി വെച്ചില്ല പ്രസവിക്കാത്തത്. എനിക്ക് എപ്പോഴും ഞാൻ പ്രസവിക്കില്ലേ? ഞാൻ പോയി ടെസ്റ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും ചെറിയ പാത്രം ഉണ്ടെങ്കിലും എന്താ പറയാ ഡ്രസ്സ് ഊരിട്ട് കാണിച്ചു കൊടുത്ത പോലെ ഞാൻ സർജറി ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരുമോ? വയറ് കീറണോ? നിന്റെ ഉമ്മയും വാപ്പയും പെണ്ണാണോ ആണാണോ എന്ന് അറിയാൻ നീ ഇങ്ങനെ പൊക്കി നോക്കുകയായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത്? അതിന് നിനക്ക് സിമ്പിളായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടാണ്. നിന്റെ ഉമ്മ പെണ്ണാണ് എന്നതിൻ്റെ തെളിവാണ് നീ ഇന്ന് ഈ ഭൂമിയിലുള്ളത്. നിന്റെ വാപ്പ ഒരാണായിരുന്നു എന്നതിൻ്റെ തെളിവാണ് നീ ഇന്ന് ഈ ഭൂമിയിലുള്ളത്. ഇനി നിന്നോട് ഞാൻ ചോദിക്കട്ടെ, നീ പെണ്ണാണോ ആണാണോ? പോട്ടെ, ട്രാൻസ് വുമണെങ്കിലും ആണോ? ഒന്നുമല്ലല്ലോ. പിന്നെ നീ എന്താ പറഞ്ഞേ? എനിക്ക് ഗർഭപാത്രമുണ്ട്. ആണോ ലീലാമണി? ഗർഭപാത്രം ഉണ്ടോ? നീ കീറി കാണിച്ചു തരേണ്ടി വരും. നമുക്ക് ആർക്കും നിന്റെ കണ്ടത്? നീ ഇങ്ങനെ മിനിറ്റ് ഇങ്ങനെ ഞാൻ പെണ്ണായി എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ച് നമ്മളാരും ഇത് കാണാൻ നിൽക്കുന്നവരാണോ? നീ സംസാരിച്ചോ? വന്ന് സ്ത്രീകൾ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്ത്രീകൾ തന്നെ ഇറങ്ങി നിനക്കെതിരെ പ്രതികരിച്ചു എന്നിരിക്കും. പിന്നെ ഇവന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരോടാണ് പറയാനുള്ളത്. ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം സ്വീറ്റി ബെർണാണ്ടസ് ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇവന് ബസ്സിൽ കയറുന്നതിനെ കുറിച്ച് സംസാരിച്ചതിന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ഇവനെ പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണോ? ഇപ്പോൾ ജനങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, നിങ്ങളെ ചേർത്ത് നിർത്തുന്നുണ്ട്. പക്ഷേ ഇവനെ പോലെയുള്ള ഒരു കാരണം നിങ്ങളെ തള്ളിപ്പറയും. അത് ഉറപ്പാണ് തള്ളിപ്പറയുന്നുള്ളത്. കാരണം ഇവൻ ആണിനും പെണ്ണിനും ട്രാൻസ് കമ്മ്യൂണിറ്റിക്കും അപമാനമാണ്. പിന്നെ ഞങ്ങളൊക്കെ പൊക്കി നോക്കിയിട്ടല്ല ഞങ്ങളുടെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ ആണും പെണ്ണും തിരിച്ചറിയുന്നത്. നമുക്കറിയാം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അവരാണും പെണ്ണുമായി ഈ ഭൂമിയിൽ ജനിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ജീവിക്കുന്നത് എന്നുള്ളത്. നീ ആദ്യം പോയിട്ട് നിനക്കൊരു സ്വത്തം ഉണ്ടാക്കാൻ നോക്കുക. ഒന്നുകിൽ ആണാവണം, അല്ലെങ്കിൽ പെണ്ണാവണം, ഒന്നും അല്ലെങ്കിൽ ട്രാൻസ് വുമണെങ്കിലും ആവണം. എന്തെങ്കിലും ഒന്നാണോ? നീ ഒന്നും ചെയ്യാതെ ഒരു സിലിക്കോൺ കുത്തി ബ്രസ്റ്റിൻ്റെ സ്ഥാനത്ത് വെച്ചെന്ന് വിചാരിച്ച് നീ പെണ്ണാവുന്ന വിചാരിക്കുന്നത്? നിനക്കെതിരെ ഒരു വീഡിയോ ഞാൻ ഇട്ടതാണ്. പക്ഷേ എന്നോട് പലരും കമൻറ്റ് ബോക്സിലും എൻ്റെ PM വന്ന് പറഞ്ഞു അതൊരു പാവാണ്, അതിനെ എന്തിനാ അങ്ങനെ പറയുന്നത്, നീയും ഇതിങ്ങനെ പറയാണോ എന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത് അവരുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിതിപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നീ സംസാരിച്ചോ? പക്ഷെ വന്ന് സ്ത്രീകൾ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കേട്ടോണ്ടിരിക്കൂല. എന്താണെങ്കിലും എനിക്ക് ഗർഭപാത്രമുണ്ട് ലീലാമണി. വീഡിയോസ് നിനക്കെതിരെ ഇട്ടിട്ടും ഞാനൊക്കെ അത് ഒഴിവാക്കി കളഞ്ഞത് പിന്നെയും നിന്നോടൊരു സിമ്പതി തോന്നിയതുകൊണ്ടാണ്. എന്തിനാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ഇതിനെ കുത്തിപ്പറിക്കുന്നത്? പാവല്ലേ, ഇങ്ങനെ ഭൂമിയിൽ ജനിച്ചു പോയത് ഇതിൻ്റെ കുറ്റമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ നിന്റെ നാക്ക് ട്രാൻസ് വുമൺ ആവട്ടെ, ട്രാൻസ്ജെൻഡർ ആവട്ടെ, ആരാവട്ടെ, ഇന്ന് പലരും സമൂഹം അംഗീകരിച്ചു വന്നിട്ടുണ്ട്. പലരെയും നമ്മളോടൊപ്പം സാധാരണ മനുഷ്യരാണെന്നുള്ള ഒരു രീതിയിൽ പരിഗണിച്ച് വന്നൊരു സമയമാണിത്. പക്ഷെ ഇവനെ നിങ്ങൾ കൂടെ കൂട്ടിയാൽ, ഇവൻക്ക് വേണ്ടി നിങ്ങൾ വാദിക്കാൻ വന്നാൽ, ഇവൻക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് വന്നാൽ ഉറപ്പായിട്ടും നാളെ നിങ്ങളെ സമൂഹം തള്ളിപ്പറയും.